ഞാൻ കുണ്ടൂപ്പുറമാണ് എൻ്റെ വീട് കോഴിക്കോട്. എനിക്കൊരു 5-6 വർഷത്തോളമായിട്ട് കണ്ണ് നീർക്കെട്ട് ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള ആശുപത്രി കാണിച്ചപ്പോൾ ഇഞ്ചക്ഷൻ, ലേസർ ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. എന്തോ അത് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നു പോയ ഒരാളുടെ അനുഭവത്തിൻ്റെ മുകളിൽ ഞാൻ ഈ ഓയാസിസ് എന്ന സ്ഥാപനത്തിലെത്തി 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഫേസ് ചെയ്യുന്നത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത സമയത്ത്, ഞാനവിടെ വരുന്ന സമയത്ത് എനിക്ക് ആ ബോർഡിലുള്ള ആദ്യത്തെ വരി മാത്രമേ വായിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇന്നലെ വരെ ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ 5ാമത്തെ വരി വരെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഫലപ്രദമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന സമയത്ത് നോക്കിയ സമയത്ത് ഇവിടെ ഉള്ളവരൊക്കെ ഇതേപോലെ ഓരോ ഇഞ്ചക്ഷൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നവരാണ്. പക്ഷേ അവർക്കൊന്നും ഒരു എഫക്റ്റ് ഉണ്ടായില്ല. മറ്റുള്ളവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് നല്ല അനുഭവമാണുള്ളത്. പിന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫ്, മാനേജ്മെൻറ്റ് എല്ലാം നല്ല രീതിയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ധൈര്യസമേതം ഇവിടെ വരാം, ട്രീറ്റ്മെൻറ്റ് നേടാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസുഖം എന്ന് പറയുന്നത് കണ്ണ് നീർക്കെട്ടും അതേപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിന് വേറെ ആശുപത്രിയിൽ എനിക്കൊരു മരുന്ന് ഇറ്റിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന് പോലും ഫലം കണ്ടില്ല. പിന്നെ ഷുഗർ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നുള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇവിടുത്തെ മരുന്ന് കഴിച്ചപ്പം ഷുഗറും എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. എൻ്റെ പേര് വിജയ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ടീച്ചറായി വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഷോർട്ട് സൈറ്റ് ആയിരുന്നു ആദ്യം. അത് കാരണം ലേസർ ചെയ്തിരുന്നു. ലേസർ ചെയ്തതോടുകൂടി ഒരു കണ്ണിൻ്റെ കാഴ്ച തീർത്തും പോയി. മറ്റേ കണ്ണ് ഇപ്പോൾ 2 വർഷമായിട്ട് മറ്റേ കണ്ണിന് കാഴ്ച മങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു. കുറവൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ കോഴിക്കോട് ഓയസിസിനെ കുറിച്ച് കേട്ടറിഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി ചിത്ര ഡോക്ടറെ കണ്ട് 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അതോടുകൂടി ഒരു വരി പോലും വായിക്കാൻ പറ്റാത്ത എനിക്കിപ്പോൾ 2 ലൈനെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുന്നു. കണ്ണട ഉപയോഗിക്കാതെ തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും നല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിത്ര ഡോക്ടർക്കും ഇവിടുത്തെ സ്റ്റാഫിനോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ വലത്തെ കണ്ണ് ലേസർ ചെയ്തതോടുകൂടി കാഴ്ച പോയിരുന്നു. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു വേദനയൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റ് കാരണം അതിനൊരു നല്ല മാറ്റം വന്നിട്ടുണ്ട്. വേദനയൊന്നും ഇപ്പോൾ അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് നല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പേര് ഷാജു. ഞാൻ തെലങ്കാനയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ചികിത്സയ്ക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നതാണ്. വന്നതിന് ശേഷം ഒത്തിരി മാറ്റമുണ്ട്. കണ്ണിൻ്റെ ഒരു കരട് പോലെയായിരുന്നു. ആ കരടിൻ്റെ ആ ഫീലിംഗ് ഒക്കെ മാറി. ഇപ്പോൾ എനിക്ക് കാഴ്ചയ്ക്കും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രമേഹത്തിനും അല്പം ഒരു ശമനം വന്നിട്ടുണ്ട്. ഇത് ഈ ഡോക്ടറുടെ പ്രത്യേകമായിട്ടുള്ളൊരു ചികിത്സ കൊണ്ടുള്ള മാറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഞാൻ ഒയാസിസ് ക്ലിനിക്കിലാണ് വന്നിരിക്കുന്നത്. കളക്ട്രേറ്റ് ഓഫീസിൻ്റെ മുമ്പിലുള്ള ഒയാസിസിലാണ് വന്ന് ചികിത്സ തുടങ്ങിയത്. വന്നതിന് ശേഷം ഒത്തിരി ആരോഗ്യപരമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് കിട്ടി. ഷുഗറിനാണെങ്കിലും കൂടുതൽ എനിക്ക് എനർജി കിട്ടിയിട്ടുണ്ട്. ആക്റ്റീവ്നെസ് കൂടിയിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഒരാശ്വാസം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ഗീത. എൻ്റെ ഹസ്ബൻഡാണ് ഷാജു. പുള്ളിയോടെ വരുമ്പോൾ തന്നെ കണ്ണിന്, ഞങ്ങൾ തെലങ്കാനയിൽ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കണ്ണിന് ഒത്തിരി ഡിസ്റ്റർബൻസും ഇറിറ്റേഷനും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് അലോപ്പതി മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് അലോപ്പതി ഒന്നും യൂസ് ചെയ്തില്ല. ഡോക്ടറെ കണ്ടു, ആദ്യം വന്ന് കൺസൾട്ടേഷൻ കഴിഞ്ഞ് പിന്നെ ഇവിടെ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഡേ നല്ല കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഇഫക്റ്റീവായിട്ട് തോന്നില്ല. ആദ്യത്തെ 2-3 ദിവസത്തെ കഴിഞ്ഞ് നല്ല ഇഫക്റ്റീവായിരുന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. പഞ്ചകർമ്മ നന്നായിട്ട് ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നി. എസ്പെഷ്യലി വസ്തി എന്ന് പറഞ്ഞാൽ അത് വളരെ ഇതായിരുന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് അത്. വസ്തി കഴിഞ്ഞിട്ട് പുള്ളി കംപ്ലീറ്റ്ലി ഒരു ഫ്രീ ബേഡായ പോലെയാണ് പുള്ളിക്കാരൻ തോന്നിയത്. പിന്നെ നെക്സ്റ്റ് വൺ ഇവരുടെ ധാര തലയിൽ ഇങ്ങനെ ഒഴിക്കുന്ന മരുന്ന്, അത് ഭയങ്കര ഇഫക്റ്റീവാണ്. കൂളിംഗ് ഇഫക്റ്റ്. അത് കഴിയുമ്പോൾ ഉറക്കം വരും. പക്ഷെ പകൽ ഉറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എത്ര ഉറക്കം വന്നാലും അതിനെ പിടിച്ചു നിർത്തി നടത്തിയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ നല്ലതാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഞങ്ങളോടുള്ള അപ്രോച്ച്, ഏത് ആവശ്യത്തിന് എന്തിനും ഒരു നല്ലൊരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഏത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനും നന്നായിട്ട് അവരുണ്ട്. ഡോക്ടേഴ്സും
മറ്റേ ലേഡി ഡോക്ടറും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടിരുന്നു, സാറും ചിത്ര ഡോക്ടറും പിന്നെ സാറും പിന്നെ ഇവിടുത്തെ അസിസ്റ്റന്റ് എല്ലാവരുടെയും ഞങ്ങളോടുള്ള അപ്രോച്ച് വളരെ ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് അനുഭവപ്പെട്ടു. നല്ലൊരു സെൻ്ററാണ് ഒയാസിസ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് പ്രതീക്ഷ, ഞാൻ അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. ആദ്യം ഞാൻ പവർ ഗ്ലാസ് ഉപയോഗിച്ചാണ് വായിച്ചതും ബോർഡൊക്കെ വായിച്ചത് തന്നെ. ഇപ്പം എനിക്ക് പവർ ഗ്ലാസ് ഇല്ലാതെ തന്നെ ലാസ്റ്റത്തെ വരെ എനിക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കോഴിക്കോട് ഒയാസിസിലാണ് വന്നേക്കുന്നത്. ആദ്യം മുമ്പത്തെ എനിക്ക് 2 വരെയൊക്കെ ആയിരുന്നു വായിക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പം എനിക്ക് ലാസ്റ്റത്തെ വരെയും കൂടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഗ്ലാസ് എനിക്ക് ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട്. ബോർഡും എനിക്ക് നന്നായിട്ട് ഇപ്പം വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ വളരെ ഇപ്പം ഹാപ്പിയാണ്. ഞാൻ കൊടുവള്ളിയിൽ നിന്ന് വരുന്നത്. എൻ്റെ പേര് ഉമ്മർ, NT ഉമ്മർ. ഞാൻ ഇങ്ങനെ മാറി ഒരു 10-15 വർഷമായിട്ട് എൻ്റെ കണ്ണിന് കാഴ്ചൻ്റെ കുറവുകൊണ്ട് ഞാൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് എൻ്റെ ജ്യേഷ്ഠൻ ഒയാസിസ് ഹോസ്പിറ്റലിൽ സിവിലിൻ്റെ മുമ്പിലാണ് ഇനി ഒന്ന് പോയി നോക്ക്, ജ്യേഷ്ഠൻ ഇവിടെ വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഓനെ നല്ല അനുകൂല സാഹചര്യം ഉണ്ടാകുകയും ചെയ്തുകൊണ്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമുണ്ടായത്. കാരണം ഞാൻ അതിൻ്റെ മുമ്പ് 10-15 വർഷത്തെ അലോപ്പതി ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഉദ്ദേശ ഫലമൊന്നും കാണാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നുള്ള പ്രയാസത്തിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് ആ ജ്യേഷ്ഠൻ ഇവിടെ വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിൻ്റെ അനുകൂല സാഹചര്യമൊക്കെ എന്നോട് പറയുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ജ്യേഷ്ഠനെയും കൂട്ടി ഞാൻ ഇവിടെ വന്ന് 8 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് 2 ദിവസം ചെയ്തപ്പം തന്നെ എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കി. എൻ്റെ മോന് ഇതുപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഒരു കണ്ണിൽ ഒരു 7 വർഷം മുമ്പ് ഒരു കമ്പ് കുത്തിപ്പോയിട്ട് അവന് വലത്തെ കണ്ണ് കാണാതെ വലിയ പ്രയാസത്തിലായിരുന്നു. അങ്ങനെ അലോപ്പതിന് നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ് ക്ലാസ് വെക്കലായിരുന്നു. അങ്ങനെ മോനെ 2ാമത്തെ ദിവസം ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് മോന് ട്രീറ്റ്മെൻറ്റ് 10 ദിവസമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ കൊണ്ട് കഴിഞ്ഞ് ഓനും നല്ല അഭിപ്രായം. അവൻ്റെ ക്ലാസ് ഇപ്പോൾ ഒഴിവാക്കി, കണ്ടിന്യൂ ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന ക്ലാസ് ഒഴിവാക്കി. ഓന് ഇവിടുന്ന് ഒരു വരി പോലും വായിക്കാൻ കിട്ടൂലായിരുന്നു. അത് സ്ഥിരമായിട്ട് വായിക്കാൻ ഓനെ വീണ്ടും പറഞ്ഞ് കണ്ണ് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം വായിച്ച് നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാകുന്ന എന്നെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് എന്നെക്കൊണ്ട് ഇവർ ബോർഡിൽ വായിപ്പിച്ചിരുന്നു. വായിപ്പിച്ച സമയത്ത് എനിക്ക് ഒന്നും വായിക്കാൻ കിട്ടില്ലായിരുന്നു വലത്തെ കണ്ണുകൊണ്ട്. അതിപ്പം ഞാൻ 3 വരി നന്നായിട്ട് വായിക്കുന്നുണ്ട് ഈ 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞേരം. അതുപോലെ ലെഫ്റ്റ് കണ്ണുകൊണ്ട് എനിക്ക് 3 വരിയെ വായിക്കാൻ കിട്ടിയായിരുന്നു ആദ്യം. അതിപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് വായിക്കാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു അനുകൂല സാഹചര്യം തന്നെയാണ്. എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത എനിക്ക് ഇപ്പം നല്ലൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട് എല്ലാം ശരിയാവുമെന്ന്. അതുകൊണ്ട് എന്നെപ്പോലെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വരികയും അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ ഫലം കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. 10-20 വർഷമായിട്ട് ഇൻസുലിൻ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഈ ഷുഗറിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ഇവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ബ്ലഡ് ഷുഗർ നോക്കുന്ന നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം 160 അതിപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഹൈ ഷുഗറിൽ എനിക്ക് ഷുഗറിന് വലിയ മാറ്റമുണ്ട് ഇവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. ഞാൻ 30 ഇൻസുലിൻ കണ്ടിന്യൂ ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനത് ഇനി 30 മാത്രം ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം എനിക്ക് നല്ല റിസൾട്ടാണ് ലാബിൽ നിന്ന് കിട്ടിയത്. ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഒയാസിസിലെ ഈ ട്രീറ്റ്മെൻ്റ് കൊണ്ടാണ് എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഷുഗറിൽ നല്ല കുറവ് വന്നത്. അതുകൊണ്ട് കുറച്ച് കാലം ഇവിടുത്തെ മെഡിസിൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഞാൻ തോമസ്, പിന്നെ കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ ഒരു 20 വർഷത്തോളമായിട്ടൊരു ഷുഗർ പേഷ്യൻ്റാണ്. ഏകദേശം 12 വർഷത്തോളം ഞാൻ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് 24-12 ആയിരുന്നു. ചിലപ്പോൾ അത് കൂടി വരുമ്പോൾ ഞാൻ 28ലേക്കും ക്രമേണ കൂടാറുണ്ടായിരുന്നു, കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒയാസിസ് പിന്നെ ഐ കെയർ യൂണിറ്റിൽ വന്നേ പിന്നെ ഒരു 4 ദിവസമായിട്ടേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം 5ാമത്തെ ദിവസമാണ്. പക്ഷെ വളരെ വ്യത്യാസമുണ്ട്. ഞാനിവിടെ വരുമ്പോൾ പിന്നെ 4 ലൈനായിരുന്നു എനിക്ക് വായിക്കാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ അത് 6 ലൈനായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പുരോഗതി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് പറയാനുള്ള. ഡോക്ടർ അതുപോലെ സ്റ്റാഫ്, ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ നല്ല സഹകരണമാണ്. കാരണം അത് തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണ്, സന്തോഷം. അതുപോലെ ഞാൻ ഈ ഇൻസുലിൻ 24-12 ഡെയിലി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് 2ാമത്തെ ദിവസം തൊട്ട് ഇൻസുലിന് വളരെ ഷുഗർ കുറഞ്ഞതുകൊണ്ട് 2 ദിവസം കണ്ടിന്യൂസ് ഞാൻ എടുത്തില്ല.
അതുപോലെ ഇപ്പം നൈറ്റിൽ രാത്രി ഞാൻ എടുക്കാറേ ഇല്ല. എന്നിട്ടും രാവിലെ നോക്കുമ്പോൾ 120 130 ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് വളരെ ഒരു ആശ്വാസമാണ്. കാരണം ഇൻസുലിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരുവാന്ന്. അപ്പോൾ അതില്ലാതെ ആവുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം ഇത്ര 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്തായാലും നല്ല ട്രീറ്റ്മെൻറ്റാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. കോഴിക്കോട് ഒയാസിസിലാണ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ എനിക്കൊരു ലൈൻ പോലും വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ലൈൻ നന്നായി വാങ്ങി. തന്നെയല്ല, നന്നായി വെളിച്ചായി കണ്ണിന് നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. ഒപ്പം ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞ് ഒരുവിധം നോർമലായിട്ട് പോകും. ഇൻസുലിൻ കുറച്ചിട്ടുണ്ട്. 26 ആയിരുന്നു, ഇപ്പോൾ 22 ആയിരുന്നു. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിചാരം. ഇവിടെ ആൾക്കാർ പേഷ്യൻസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഞാൻ മുക്കം സ്വദേശിയാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷന് ഓപ്പോസിറ്റ് വശത്തുള്ള ഒയാസിസ് എന്ന സ്ഥാപനത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പരിശോധനയ്ക്കായി പോയി. ഞാൻ 2 സർജറി ചെയ്ത ആളാണ്. അതിൽ ഒരു കുറച്ച് 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഇപ്പോൾ ഞാൻ ആദ്യം പരിശോധിച്ച സമയത്ത് 1 വരി എനിക്ക് വായിക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3 വരി വരെ വായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഒരു 3 ദിവസം ട്രീറ്റ്മെൻറ്റ് ബാക്കിയുണ്ട്. 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റോട് എനിക്ക് ഈ മാറ്റം വന്നിട്ടുണ്ട്. ഷുഗർ ലെവൽ കുറഞ്ഞു. ഇവിടുന്ന് തന്ന ആയുർവേദ ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. അലോപ്പതി ഞാൻ തൽക്കാലം നിർത്തിവെച്ചാണ്. എന്നുവെച്ചാൽ ഷുഗർ കൂടുതലില്ലാത്തതുകൊണ്ട് അത് കഴിക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അത്രയും മാറ്റം കാണുന്നുണ്ട്. കൂടുതൽ മാറ്റം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് അജിത് കുമാർ. പനോത്ത് അജിത് കുമാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ സർവീസ് പെൻഷനറാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഗ്ലൂക്കോമയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 8 വർഷമായിട്ട് ഞാൻ രാത്രി എല്ലാ ദിവസവും വിമാറ്റെല്ലസ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് യാതൊരു മാറ്റവും അതിൻ്റെ അത് കണ്ടിട്ടില്ലായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ കണ്ട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് 8 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ച മരുന്ന് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട്, കണ്ണിലൊഴിക്കാൻ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ 8 വർഷമായിട്ട് അത് മാരകമായ രീതിയിലേക്ക് എൻ്റെ ഗ്ലൂക്കോമ വളർന്നു. അപ്പോൾ കണ്ണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ കണ്ണ് നല്ല വേദന ഉണ്ടായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ കോഴിക്കോട്ട് ഉണ്ടായിരിക്കുകയാണെങ്കിൽ 4 പ്രശസ്തമായിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോമയ്ക്ക് ചികിത്സ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡയബറ്റിക് എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹൈ ഡയബറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ കോയമ്പത്തൂർ വരെ ഇപ്പോൾ ചികിത്സ അവസാനമായി കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാസ്പത്രിയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒയാസിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ഡോക്ടർ എന്നെ പരിശോധിച്ചു. അങ്ങനെ എനിക്ക് 8 ദിവസത്തെ ചികിത്സ നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. ഈ 8 ദിവസത്തെ ചികിത്സ എന്ന് പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണ്. അതുപോലത്തെ എല്ലാ ഭാഗത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ കണ്ണിന് മാത്രമല്ല ചികിത്സ, കണ്ണിന് ശരീരത്തിന് മൊത്തത്തിനുള്ള ചികിത്സയാണ്. അതോടുകൂടി തന്നെ എൻ്റെ ശരീരത്തിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ട്രീറ്റ്മെന്റ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണിലുള്ള വേദനകളൊക്കെ മൊത്തത്തിൽ മാറിക്കിട്ടായിരുന്നു. ഈ കണ്ണെപ്പോഴും ഇങ്ങനെ മങ്ങിയ രീതിയിൽ വല പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ കണ്ണട ഉപയോഗിക്കാതെ തന്നെ എനിക്ക് ഇവിടുന്ന് വിഷൻ ടെസ്റ്റിലൊക്കെ എനിക്ക് അത് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്, മാനേജ്മെന്റ് എല്ലാവർക്കും നല്ല ഒരു സഹകരണമാണ്. നമ്മളിവിടെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ചികിത്സക്ക് വരുന്നതിനേക്കാളും കൂടുതൽ വിഷമം ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയത്തായിരുന്നു. അത്രയും നല്ല രീതിയിൽ ഒരു അനിയനായിട്ടാണോ ഏട്ടനായിട്ടാണോ അച്ഛൻ എന്ന രീതിയിൽ ഏത് രീതിയിലാണ് കണ്ട എനിക്കറിയില്ല, വളരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് തന്ന് എനിക്ക് ഇവിടെ 100% എനിക്ക് വിശ്വാസമായിട്ടുണ്ട്. അതുപോലെ ഇത് എല്ലാവരിലേക്കും എത്തിക്കണം എന്നതാണ്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്നതാണ് ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുകയാണ്.